നൃത്തോപകരണങ്ങൾ വാങ്ങാൻ സൂക്ഷിച്ചു വെച്ച പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത് 1-ാം ക്ലാസ്സുകാരി അഗ്നിമിത്ര. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ തന്റെ കൊച്ചു സമ്പാദ്യമായ 1996 രൂപ സംഭാവന ചെയ്യാൻ അഗ്നിമിത്ര തീരുമാനിക്കുകയായിരുന്നു. അടിമാലി മന്നാങ്കല ഇടപ്പറമ്പിൽ അമൽരാജ് ശരണ്യ ദമ്പതികളുടെ മകളാണ് 1-ാം ക്ലാസ്സുകാരി അഗ്നിമിത്ര. നൃത്ത പഠനത്തിനാവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ അഗ്നിമിത്ര ചില്ലറത്തുട്ടുകൾ സ്വരുക്കൂട്ടിയിരുന്നു. അങ്ങനെ സ്വരുക്കൂട്ടിയ 1996 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഗ്നിമിത്ര സംഭാവന ചെയ്തത്. ഇതൊരു 3 വയസ്സ് മുമ്പ് തുടങ്ങിയതാണ് കോയിൻ ഇട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ പണ്ട് അത് കോയിനാന്ന് അറിയണതിന് മുമ്പ് മുതൽ ഈ വാച്ചിൻ്റെ ഒക്കെ സെല്ല് വരെ എടുത്തിട്ടിട്ടുണ്ട് കോയിനായിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ. അപ്പം അവളെന്തോ ഡാൻസിങ് ക്യൂൻ ആവണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്ക്. പിന്നെ കുറേ എന്തോ മൊബൈലിൽ കുറേ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഇത് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഇങ്ങനെ ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ അച്ഛൻ പറഞ്ഞത് നമുക്കിത് വയനാട്ടിലെ കുട്ടികൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ അത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ തന്റെ സമ്പാദ്യം നൽകിയാലോ എന്ന മാതാപിതാക്കളുടെ നിർദ്ദേശത്തോട് തെല്ലും മടിയില്ലാതെ സമ്മതിക്കുകയായിരുന്നു അഗ്നിമിത്ര. തഴത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ചാണ്ടി പി അലക്സാണ്ടർ അഗ്നിമിത്രയുടെ വീട്ടിലെത്തി തുക ഏറ്റുവാങ്ങി. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായ ഹസ്തങ്ങൾ നീട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞ് 6 വയസ്സ് മാത്രം പ്രായമുള്ളൂവെങ്കിലും താൻ സ്വരൂപിച്ച 1 ലക്ഷത്തിന് വേണ്ടി സ്വരൂപിച്ച പൈസ ആ കുടുക്ക പൊട്ടിച്ച് ഈ നിധിയിലേക്ക് വയനാട് നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ കാണിച്ച ആ സന്മനസ്സിന് ഈ നാട് ഒന്നടങ്കം ആദരിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ പൊന്നുമോൾ നടത്തിയ ആ ധീരമായ ഒരു നിലപാട് തീർച്ചയായിട്ടും നമ്മുടെ മറ്റ് കുട്ടികളിലും അതുപോലെ മുതിർന്നവരിലെല്ലാം തന്നെ ഒരു പ്രചോദനമാകട്ടെ. ന്യൂസ് ബ്യൂറോ, അടിമാലി. പരമാംഗല്യം ചന്ദ്രമുഖി വധുവായി നീ സ്വർണമയി ശുഭമീ ബന്ധം ധന്യരാഗം Maharani Wedding Collections, the classic bridal world.